സിൽവസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആതിരപ്പള്ളിക്കാണ് വന്നേക്കുന്നത്. ആതിരപ്പള്ളിയിൽ വരുന്ന വഴിക്ക് ഏഴാറ്റുമുഖത്ത് വെച്ചിട്ട് ഒരു ആനയെ കണ്ട്. ഈ ആനയുടെ പേര് ഇവിടെയുള്ള ഒരു കട്ടപ്പ എന്നാണ് ഈ ആനയെ വിളിക്കുന്നത്. ആൾ ഇച്ചിരി കലിപ്പനാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്ന ബൈക്ക് യാത്രക്കാരെയൊക്കെ ഓടിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ആനകളെ കാണാൻ പറ്റിയ സ്പോട്ട് ഇത് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ആനയെ കണ്ട് കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെയിറ്റ് ചെയ്തതിലൂടെ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്. ഈ ആന ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിയിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഇറങ്ങി നേരെ റോഡിൽ വന്ന് തടസ്സം ഉണ്ടാകും എന്നുള്ളൊരു സത്യവും കൂടി മനസ്സിലായി. എന്തായാലും ഞങ്ങൾ അപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്തിരുന്നു. എന്തായാലും ആന ഇറങ്ങി വന്നിട്ടുള്ളൊരു സീനറിയും ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് കാണാം. ആൾക്കാരൊക്കെ തടിച്ചുകൂടി നിന്ന് തുടങ്ങി. അതുപോലെ യാത്രക്കാർ അറിയുന്നവർ കാണാനായിട്ട് എത്തുന്നതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, ഇവിടുന്ന് ബഹളം വെച്ച് എത്ര ബഹളം ഉണ്ടാകിലും ആളൊരു കുലുക്കോ ഇല്ലാതെ നിൽക്കുകയാണ്. ഈ ആന കഴിഞ്ഞ ദിവസം ഇവിടെ ഇവർ പറയുന്നത് കേട്ട് ബൈക്ക് യാത്രക്കാർ ഓടടിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവരായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് കേട്ട്. ഈ ആനയുടെ ഒരു കട്ടപ്പ എന്നാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ക്രോസ് ചെയ്ത് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ സ്ഥലം വിട്ടു. അത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സിൽവർ സ്റ്റോമിലെ കാഴ്ചകളാണ് ഇനി നിങ്ങൾക്ക് കാണാനുള്ളത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നേരെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും തണുപ്പ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു കേട്ടോ. അത് മാത്രമല്ല, നേരെ അത് കൂടാതെ DJ പാർട്ടിയും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡാൻസും ലഹവും കൂടാതെ മഞ്ഞ് പെയ്യുന്നതും, അതേപോലെ ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിരങ്ങി വരുന്ന സംഭവത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഷൂന്നും പറഞ്ഞാൽ പോലെ ഒരു വെള്ളമയവും കാര്യങ്ങളും മഞ്ഞും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒന്നുകൊണ്ടും തീരുന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഒരു സ്നോ പാർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ഇതിനെ ചെറിയ മറ്റേ കൂടാരം പോലുള്ള റൂമുകൾ, അതിൻ്റെ അകത്ത് പ്രത്യേക ലൈറ്റ്, അതുപോലെ ഇവിടെ ഒരു മാനുണ്ട്. മാനാണോ പോത്താണെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് മറ്റേ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് മാനിന്റെ കേട്ടോ. ഓക്കെ, മാനാണ് തോന്നുന്നു. അപ്പൊ അതിന്റെ പുറകിൽ ഇരുന്ന് നമുക്ക് ഇതെടുക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് തന്നെ. മഞ്ഞ് കേട്ടോ നിങ്ങൾ എന്താ, വെറും പൊടിയായിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പുറത്തൊക്കെ പോയി, അതായത് മറ്റേ കാശ്മീരൊക്കെ പോകുമ്പോൾ ഉള്ള സൈസുള്ള മഞ്ഞ് പോലൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. ഈ DJ പാർട്ടി പരിപാടി ഇതൊക്കെ ആയിട്ട് നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിൽവർ സ്റ്റോമിൽ വരുന്ന ഒരു സ്നോ പാർക്ക് കയറാതെ പോകരുത്. കാരണം എനിക്ക് തോന്നുന്നു സിൽവർ സ്റ്റോമിനെക്കാട്ടിലും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്നോ പാർക്ക് തന്നെയാണ്. കാരണം സ്നോ പാർക്കിൽ
കാരണം നമ്മുടെ ഇതുമല്ല ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ തണുപ്പ് വരുന്നത് ഭയങ്കര തണുപ്പായിരിക്കുന്നത്, ഈ തണുപ്പത്ത് നമുക്കാണെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഇവിടെ സെപ്പറേറ്റ് റൂമുണ്ട് കേട്ടോ. ആ റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ കുറയും. പിന്നെ നമുക്ക് നോർമലായിട്ടുള്ള രീതിയിലോട്ട് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടോ, ഇത് നിരങ്ങി വരുന്ന മണ്ടയ്ക്കൂന്ന് ഇങ്ങനെ താഴോട്ട് നിരങ്ങി വരുന്നതാണ്. അപ്പോൾ അവിടെ DJ പാർട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോയേക്കുവാണ്. അപ്പം കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യാൻ വിട്ട് കളയരുത്. അടിപൊളി പ്ലേസാണ്. അടുത്തത് സെല്ലോസ്ട്രോമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അത് അതിലും അടിപൊളി. കാണുന്നത് മനോഹരം, കാണാത്തതുമൊക്കെ കാണാൻ പോകുന്നത് അതിമനോഹരം എന്ന് പറയുന്നത് പോലെ